കേരള ഓപ്പൺ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് 2025 ഏപ്രിൽ 10 മുതൽ 12 വരെ തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്നു. കേരള ഒളിമ്പിക് അസോസിയേഷൻ കേരള കരാട്ടെ അസോസിയേഷനുമായി സഹകരിച്ച് ഏപ്രിൽ 10, 11, 12 തീയതികളിൽ തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് കേരള ഓപ്പൺ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് 2025 നടത്തുന്നു. കേരളത്തിലെ 14 ജില്ലകളെയും പ്രതിനിധീകരിച്ച് ഏകദേശം 4500 കായിക താരങ്ങൾ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നു. ഇതിനോടനുബന്ധിച്ച് NSO മലയൻകീഴ് കരാട്ടെ ക്ലബ് വിളംബര ഘോഷയാത്ര നടത്തി. NSO കരാട്ടെ ചീഫ് ഷിഹാൻ ബിജുകുമാർ സ്വാഗതം ആശംസിച്ചു. മലയൻകീഴ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ് ബാബു ഫ്ളാഗ് ഓഫ് ചെയ്തു. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ബ്ലാക്ക് ബെൽറ്റുകളായ അനൂപ് ടി, അക്ഷയ് സൂര്യ, അദ്വൈത രാജേഷ്, നിഹാര, സംഗീത് ശേഖർ, സുകൃതി ശേഖർ തുടങ്ങിയവർ സംസാരിച്ചു. കൃതജ്ഞതയർപ്പിച്ചുകൊണ്ട് ബ്ലാക്ക് ബെൽറ്റ് ഇൻസ്ട്രക്ടർ അനഹ സംസാരിച്ചു. നൂറുകണക്കിന് കരാട്ടെ താരങ്ങളും രക്ഷിതാക്കളും പങ്കെടുത്തു. ഇന്ന് ഇവിടുന്ന് ഒരു വിളംബര റാലി നടത്തുകയാണ്. NSO മലയൻകീഴ് കരാട്ടെ ക്ലബിന്റെ നേതൃത്വത്തിൽ ഒരു റാലി നടത്തുന്നുണ്ട്. അതിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി, ഫ്ലാഗ് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി, അതിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി നമ്മുടെ മലയൻകീഴ് ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റും എൻ്റെ അനുജനുമായ സുരേഷ് ബാബു അവരുടെ സ്നേഹത്തോട് ക്ഷണിച്ചോളൂ. വളരെ നമ്മുടെ കാലഘട്ടത്തിനകത്ത് നമുക്ക് ഏറ്റവും ഗൗരവമായി ചെയ്യുന്നൊരു കർമ്മമാണ്, മേഖലയാണ് മാർഷൽ ആർട്സ്. അതിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു കലയാണ് കരാട്ടെ പരിശീലനം. എന്തുകൊണ്ടാണ് നമുക്ക് ഈ രൂപത്തിലേക്ക് പരിശീലനത്തിന് ഇത്രയേറെ പ്രാധാന്യം നൽകുന്നത് എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും? ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരും ഒന്നിച്ച് അണിനിരക്കുന്ന ഒരു പ്രക്രിയയുണ്ട്. എന്നറിയും, ലഹരിക്കെതിരെ ഇന്ന് ലോകം തന്നെ ഏറ്റവും അധികം ഗവേഷണങ്ങൾ നടത്തി മുന്നോട്ട് വന്നിട്ടുള്ള നിർദ്ദേശം എന്ന് പറയുന്നത് ലഹരിയെ പ്രതിരോധിക്കുക എന്ന് പറയുന്നത് എല്ലാ ക്യാമ്പയിനുകൾക്കും അപ്പുറം കായികക്ഷമത വർദ്ധിപ്പിച്ചുകൊണ്ട് മാത്രമേ ചെയ്യാൻ കഴിയൂ എന്ന് ലോകം മുഴുവൻ അംഗീകരിക്കപ്പെടുകയും ഒരു മനുഷ്യന്റെ ശരീരത്തെയും മനസ്സിനെയും ഊർജ്ജസ്വലമാക്കുന്നത് മാർഷൽ ആർട്സിനും കരാട്ടയ്ക്കൊക്കെ തന്നെ വലിയ പങ്കുണ്ട്, ചെറുതല്ല. നമുക്ക് ഈ പ്രഭാതത്തിനകത്ത് നിങ്ങൾ ഏതെങ്കിലും വീടിൻ്റെ ഏതെങ്കിലും കോണുകളിൽ കിടന്ന് ഉറങ്ങുകയോ മൊബൈലിൽ കളിക്കുകയോ ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ വന്ന് ഈ ഒരു കല പഠിച്ച് അത് ശരീരത്തിലും മനസ്സിലുമൊക്കെ തന്നെ പുതിയ ഉണർവേകുക അനുഭവം ഉണ്ടാകുന്നത്, അല്ലേ? ശരിയല്ലേ? മനോഹരമായ ഉണർവല്ല നിങ്ങൾക്കുണ്ടാകുന്നത്. ശാരീരികമായും മാനസികമായും ഇത്രയും കൂട്ടുകാർ നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഇത്രയും കൂട്ടുകാർ, നിങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന കൂട്ടുകാർക്ക് പുറമെ കുറേ കൂട്ടുകാരെ പരിചയപ്പെടാൻ കഴിഞ്ഞു, കൂട്ടുകാരെ കിട്ടാൻ കഴിഞ്ഞു, ഒക്കെ കിട്ടുന്ന സാഹചര്യമാണ്. അപ്പോൾ ഈ കലയ്ക്ക് അതിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനോടൊപ്പം തന്നെ ഈ കല അതേപടി പിന്തുടരാനും പഠനത്തോടൊപ്പവും മറ്റെല്ലാ ഇടങ്ങൾക്കൊപ്പം തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനും ആ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനൊപ്പം തന്നെ നമുക്ക് ദൃഢനിശ്ചയം എടുക്കാൻ കഴിയണം. ഞങ്ങളുടെ സമൂഹത്തിനകത്ത് ഒരു മനുഷ്യരും എന്തില്ല ലഹരിയുടെ ഭാഗമായി മാറില്ല എന്ന് നിങ്ങൾക്ക് സമൂഹത്തിൻ്റെ പ്രചാരകന്മാരായി മാറാൻ